ഓം ശ്രീ നാരായണീയ നമഃ. നമ്മളിപ്പോ ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിലൂടെ 10ാമത്തെ സ്കന്ധം 57ാമത്തെ വരെയുള്ള അധ്യായത്തിലെ കഥാഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 58ാം അധ്യായം മുതൽക്കുള്ള ആശയങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുവാനായിട്ട് ആരംഭിക്കാം. 58ാമത്തെ അധ്യായത്തിൽ അഷ്ടമഹിഷി വിവാഹം എന്ന ഭാഗമാണ് വരുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന് 16,108 പത്നിമാര് ഉണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആ 16,108 പത്നിമാരെ ഭഗവാൻ എങ്ങനെയാണ് വിവാഹം ചെയ്തത് എന്നാണ് നമുക്ക് 58ഉം അതുപോലെ 59ഉം അധ്യായങ്ങളിലൂടെ അറിയുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ 3 വിവാഹത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് രുക്മിണി ദേവിയുടെയും അപ്രകാരം തന്നെ സത്യഭാമാദേവിയുടെയും ജാമ്പവതി ദേവിയുടെയും വിവാഹം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കേട്ടറിയാൻ സാധിച്ചു. അതിൽ പ്രത്യേകിച്ച് രുക്മിണി സ്വയംവരത്തിന്റെ കഥാഭാഗവും തത്വഭാഗവും ഇവിടെ പറയുകയും ചെയ്തു. സത്യഭാമാദേവിയുടെയും ജാമ്പവതി ദേവിയുടെയും കഥാഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. തത്വഭാഗം നമ്മൾ 6ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങൾ ഏറെക്കുറെ പറഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ 58ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ഒരു 5 വിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ആരംഭിക്കാം. 5 കല്യാണ കഥകൾ ഭഗവാന്റെ 16,108 പത്നിമാരിൽ 8 പേരെ വളരെ പ്രധാനികളായിട്ട് പറയുന്നുണ്ട്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ 8 ഭാവങ്ങളായിട്ട് ഇവരെ അറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ഭഗവാന്റെ 5 വിവാഹങ്ങൾ കൂടി എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് നമുക്കിവിടെ അറിയുവാൻ കഴിയുന്നത്. നോക്കാം. നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് പഞ്ചപാണ്ഡവന്മാർക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി അതിലൂടെ അവരെ അനുഗ്രഹിച്ച് തൃപ്തരാക്കുവാൻ കൂടി വേണ്ടിയിട്ട് കുറച്ചു കാലം ഭഗവാൻ അവരോട് കൂടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തില് താമസിക്കേണ്ടായിട്ടുണ്ട്. ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തില് കഴിഞ്ഞു വന്നിരുന്ന സമയത്താണ് അർജുനെ പ്രത്യേകം അനുഗ്രഹിച്ച് ആ ഗാന്ധീവ്യം തുടങ്ങിയിരിക്കുന്ന ആയുധമെല്ലാം ലഭിക്കുവാൻ ഇടയുണ്ടായിട്ടുള്ളത്. അതുപോലെയുള്ള ഗാന്ധവ ദഹനം തുടങ്ങിയിരിക്കുന്ന ഒത്തിരി അദ്ഭുത ലീലകൾ ഭഗവാൻ പാണ്ഡവന്മാരോട് കൂടിയിട്ട് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരവിടെ കഴിഞ്ഞു വരുന്ന കാലത്ത് ഒരു ദിവസം അർജുനനെയും കൂട്ടിയിട്ട് ഭഗവാൻ നായാട്ടിന് വേണ്ടിയിട്ട്
പോവുകയുണ്ടായി. ആ നായാട്ടിനിടയിൽ അവർ സഞ്ചരിച്ച് യമുനാ നദിയുടെ തീരത്തെത്തിച്ചേരുകയും ചെയ്തു. അവര് യമുനാ നദിയുടെ തീരത്തെത്തി വിശ്രമിക്കുവാൻ തുടങ്ങുമ്പോൾ ആ യമുനയുടെ തീരത്ത് തപസ്വിനിയെ പോലെ ഒരു കന്യക ഉള്ളതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ആ കന്യക ആരാണെന്നറിയുവാനുള്ള ജിജ്ഞാസയുണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൗനാനുവാദത്തോട് കൂടിയിട്ട് നമ്മുടെ അർജുനൻ അതാരാണെന്ന് അറിയുവാനായിട്ട് ആ യുവതിയുടെ അടുക്കൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ എത്തിയ അർജുനൻ ഭവതി ആരാണ്, ഇവിടെ എന്ത് ചേരുമ്പിരിക്കുക, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്നതിൽ വല്ല പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾ വല്ലതും നേടിയെടുക്കുവാനായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണം ചെയ്തു. അപ്പോ ആ കന്യക പറഞ്ഞു, ഞാൻ സൂര്യപുത്രിയാണ്. സൂര്യപുത്രിയായ എന്റെ നാമം കാളന്തി എന്നുമാകുന്നു. കാളന്തിയായ ഞാൻ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു എനിക്ക് ഭർത്താവായിട്ട് ലഭിക്കണം എന്നുള്ള സങ്കല്പങ്ങളോടുകൂടി അനവധി കാലമായി ഈ നദീതീരത്തെ തപസ് ചെയ്തു വരികയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ പരിപൂർണ അവതാരമായിരിക്കുന്ന സാക്ഷാൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നിൽ പ്രസന്നമാകുമെന്നും ഭഗവാൻ എന്നെ പത്നിയായിട്ട് തന്നെ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുമുണ്ട് എന്ന് ആ യുവതിയിൽ നിന്നും അറിയുവാൻ സാധിച്ചു. ആ വിവരം അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് അറിയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ കാളന്തിയെ അവരുടെ തേരിൽ കയറ്റി അവരോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഭഗവാൻ കാളന്തിയെ തന്റെ കൊട്ടാരമായ ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ദ്വാരകയിൽ ചെന്ന ഒരു ശുഭമുഹൂർത്തത്തില് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി കാളിന്തി ദേവിയെ വിധിപ്രകാരം ഭഗവാൻ പത്നിയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് മിത്രവിന്ദ എന്ന് പറയുന്ന ശ്രീ ലക്ഷ്മി ഭാവത്തെ എങ്ങനെയാണ് ഭഗവാൻ വിവാഹം ചെയ്തത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് 4 വിവാഹം ഭഗവാന്റെ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ 5ാമത്തെ വിവാഹത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുവാൻ പോകുന്നത്. ആ വധുവിന്റെ പേര് മിത്രവിന്ദ. മിത്രവിന്ദ എവിടെയാണ്? പിതൃ സഹോദരിയുടെയും അതുപോലെ അവന്തി രാജാവിന്റെയും പുത്രിയാണ് നമ്മുടെ മിത്രവിന്ദ. ആ മിത്രവിന്ദയെ വിവാഹത്തിന് വേണ്ടി അസംഗര മണ്ഡപത്തിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന രാജ്യസഭയിലെ രാജാക്കന്മാരെയെല്ലാം ഭഗവാൻ യുദ്ധത്തിൽ ജയിച്ചിട്ട് മിത്രവിന്ദയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഒരു ശുഭമുഹൂർത്തത്തില് യഥാവിധി വിവാഹം ചെയ്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്.
ഇനി ഭഗവാന്റെ ആറാമത്തെ വിവാഹം എങ്ങനെയാണ് നടന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. സത്യ എന്ന് പറയുന്ന കന്യകയെയാണ് ഭഗവാൻ ആറാമതായിട്ട് വിവാഹം ചെയ്തത്. അതായത് അത് കോസല രാജാവായ നഗ്നജിത്തിന്റെ പുത്രിയായിരുന്നു ഈ സത്യ. സത്യയുടെ വിവാഹത്തിന് വേണ്ടി നഗ്നജിത്ത് ഒരു മത്സരമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, വിളംബരം ചെയ്തു. അതായത് അതിശക്തന്മാരായിരിക്കുന്ന 7 കാളകളുണ്ട് രാജകൊട്ടാരത്തിന്. ആ 7 കാളകളെയും ഒരേ സമയത്ത് കെട്ടുന്നവന്, പിടിച്ചു കെട്ടുന്നവനെ മാത്രമേ തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്നാണ് ഭഗവാന്റെ ആ ശ്രദ്ധയിലെ വാർത്ത വന്നത്. അതായത് ഈ വിളംബരം എല്ലാ രാജാക്കന്മാരും ക്ഷമിക്കേണ്ടായി. അങ്ങനെ വിളംബരം ക്ഷമിച്ച രാജാക്കന്മാരെല്ലാം നമ്മുടെ സത്യയെ വിവാഹം ചെയ്യുവാൻ വേണ്ടിയിട്ട് ചെല്ലുകയും എത്രയോ ശക്തന്മാരായിരിക്കുന്ന രാജാക്കന്മാർ അതിശക്തന്മാരായിരിക്കുന്ന കാളകളുടെ കുത്തുകൊണ്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഭഗവാൻ കോസല രാജധാനിയിൽ എത്തിച്ചേരുന്നത്. ഭഗവാൻ തന്റെ പുത്രിയെ വിവാഹം കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, ഭഗവാൻ മാത്രമേ തന്റെ പുത്രിയെ സ്വീകരിക്കാവൂ എന്നുള്ളതുകൊണ്ടുകൂടിയാണ് നഗരജിത്ത് ഇങ്ങനെയൊരു മത്സരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ ഇപ്പൊ തന്റെ രാജധാനിയിൽ എത്തിയപ്പോൾ ഭഗവാന് കണ്ടതിൽ വളരെയധികം നഗരജിത്തിന് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ രാജധാനിയിൽ വളരെയധികം പൂജിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ വിവരങ്ങളൊക്കെ അപ്പോ ആദ്യമായിട്ട് അറിയുന്ന പോലെ അവിടെ നിന്ന് കേട്ടറിഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ഒരേ സമയം 7 രൂപം 7 കൃഷ്ണന്മാരായി. എന്നിട്ടോ 7 കാളകളെയും നിഷ്പ്രയാസം പിടിച്ച് കെട്ടുകയും ചെയ്തു. ഭഗവാന്റെ ഈ അത്ഭുത കൃത്യം കണ്ടപ്പോഴോ നഗ്നജിത്തിന് വളരെയധികം സന്തോഷമുണ്ടായി. നഗ്നജിത്ത് തന്റെ പുത്രിയെ വിദ്യാമണ്ണം തന്നെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്ത് അയക്കുകയും ചെയ്തു. വിവാഹത്തിന് എന്തൊക്കെ വളരെയധികം സ്ത്രീധനം ഉണ്ടായിരുന്നു, വലിയ ധനം, അതുപോലെ ദാസീദാസന്മാര്, ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ സമാനമായിട്ട് കൊടുത്തിട്ട് ഭഗവാനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്തു നഗരിച്ചിട്ട്. അങ്ങനെ അവയെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് എന്താണ് സംഭവിച്ചത്? രാജാക്കന്മാർക്കൊക്കെ അസൂയുണ്ട്. അസൂയുണ്ടായ രാജാക്കന്മാരെന്ത് ചെയ്തു? ഭഗവാനോട് യുദ്ധത്തിന് തയ്യാറായി. അപ്പോഴോ ഭഗവാന്റെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അർജുനൻ ആ സമയത്ത് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ നോക്കിക്കൊള്ളാം, ഈ രാജാക്കന്മാരുടെ എല്ലാം അക്രമത്തെ ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അനുവാദത്തോടുകൂടി അർജുനൻ ഒറ്റയ്ക്ക് തന്നെ ആ എല്ലാ രാജാക്കന്മാരെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയാണ്. അപ്പൊ ഭഗവാൻ വളരെയധികം സന്തോഷത്തോടുകൂടി ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ അവിടെ മഹാലക്ഷ്മിമാരോട് കൂടിയിട്ടൊക്കെ വളരെയധികം ശോഭിച്ചു. ഭഗവാന്റെ 6 വിവാഹവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ ഭദ്ര എന്ന് പറയുന്ന കന്യകയാണ് പിന്നീട് ഭഗവാൻ 7ാമതായിട്ട് സ്വീകരിക്കുന്നത്. അത് കേകയ രാജാവിന്റെയും അതുപോലെ തന്റെ പിതൃ സഹോദരിയുടെയും മകളായ ഭദ്രയെ ഭഗവാൻ അവരുടെ അനുവാദത്തോടു കൂടിയിട്ട് തന്നെ വിവാഹം ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ലക്ഷ്മണയെ, അതായത് മദ്ര രാജാവിന്റെ മകളായ ലക്ഷ്മണയെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് തന്നെ ഭഗവാൻ
ഗരുഡൻ ദേവന്മാരെയൊക്കെ ജയിച്ച് അമൃതകുംഭം കൊണ്ടുവന്നതുപോലെ സകല രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ദ്വാരകയിൽ കൊണ്ടുവന്ന് പാണിഗ്രഹണം ചെയ്യുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ഈ 8 പേരാണ് ഭഗവത് പത്നിമാരിലെ അതിപ്രധാനികളായിട്ടുള്ളത്. ആ അഷ്ടമഹിഷിമാരെ വിവാഹം ചെയ്തതിനു ശേഷം പിന്നീട് ഭഗവാൻ നരകാസുരനെ നിഗ്രഹിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന 16,100 രാജകന്യകമാരെ ശ്രീകൃഷ്ണ ഭഗവാൻ കല്യാണം ചെയ്യുകയുണ്ടായി. ഇങ്ങനെയാണ് ഭഗവാന്റെ 16,108 കല്യാണങ്ങളും ഉണ്ടായത്. ശുഖബ്രഹ്മർഷയനെ ശതാധികം എന്നാണ് പറയുന്നത്. ആ സംഖ്യ 16,108 എന്നതിന് പകരം ശതാധികം, 100-ലധികം വിവാഹം ഭഗവാൻ ചെയ്തതിന്റെ താല്പര്യം ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പോ 59-ാമത്തെ അധ്യായത്തില് ആ പരീക്ഷിത് മഹാരാജാവ് ശുഖബ്രഹ്മർഷിയോട് ജിജ്ഞാസയോടുകൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. കാരണം നരകാസുരവധം എനിക്ക് വിസ്തരിച്ച് തന്നെ ശ്രമിക്കണം ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ശുഖബ്രഹ്മർഷി ആ നരകാസുരവധത്തെ വിശദമായിട്ട് പറയുകയാണ്. അപ്പൊ ഈ നരകാസുരൻ വാസ്തവത്തില് ആരാ, അല്ലെങ്കിൽ ആരുടെ പുത്രനായിരുന്നു? ഈ നരകാസുരൻ വരാഹാവതാര കാലത്ത് സാക്ഷാൽ വരാഹസ്വരൂപിയായിരിക്കുന്ന ആദിനാരായണനെ ഭൂമിദേവിയിലുണ്ടായ സന്തതിയാണ് നരകാസുരൻ. അപ്പൊ നരകാസുരന് പ്രത്യേക ഒരു വരബലം, അനുഗ്രഹം ലഭിക്കാണ്ടായിരുന്നു. എന്താണത്? അതായത് അമ്മയുടെ അനുവാദമുണ്ടെങ്കിൽ ഭഗവാന് മാത്രമേ എന്നെ നിഗ്രഹിക്കുവാൻ സാധിക്കൂ. അതായത് നരകനെ കൊല്ലാൻ. ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം ഭർത്താവിനോട് സ്വന്തം പുത്രനെ കൊല്ലാൻ ആവശ്യപ്പെടും. സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. അപൂർവമായിട്ട് വേണമെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഈ ഒരു വരബലം ഉണ്ടായിരുന്നത് കൊണ്ട് നരകൻ വളരെയധികം അധർമ്മിയും അഹങ്കാരിയും ഒക്കെ ആയിട്ട് ഗർഭിഷ്ഠനായിട്ടിങ്ങനെ രാഷ്ട്രം ഭരിച്ചു വരികയാണ്. വളരെയധികം ശക്തനായിരിക്കുന്ന നരകന് ഒരു പ്രത്യേകതയുണ്ട്. നരകന് നല്ലതെന്ന് തോന്നിയിട്ട് എന്തെങ്കിലും കണ്ടാൽ ആ കണ്ടതിനെ നരകൻ സ്വന്തമാണ്. അതിനെ തട്ടിയെടുത്ത് തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കും. ഇത് നരകന്റെ ഒരു പ്രത്യേക വിനോദമായി. അങ്ങനെ സുന്ദരിമാരായ രാജകന്യകമാരെയും നരകൻ ബലാത്കാരേണ കൊണ്ടുവന്ന കൊട്ടാരത്തിൽ താമസിപ്പിച്ചു വിടാൻ തുടങ്ങി. ഒരിക്കലും നരകൻ തന്നെ ദേവലോകത്തിൽ ചെന്ന് ദേവമാതാവായ അതിഥിയുടെ കുണ്ടലവും വരുണന്റെ വെൺപച്ചക്കുടയും മണിപർവ്വതം തുടങ്ങിയ അമൂല്യ വസ്തുക്കളും എല്ലാം അപഹരിച്ചു കൊണ്ടുപോവുകയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണനായി തീർന്ന ഇന്ദ്രൻ ദ്വാരകയിൽ ചെന്ന് ഭഗവാനോട് സങ്കടം അറിയിപ്പിക്കുന്നു. അങ്ങനെ ആ സങ്കടം കേട്ടപ്പോഴോ ഭഗവാൻ ഭൂമിദേവിയുടെ അവതാരമായ
സത്യഭാമാദേവിയോടും കൂടിയിട്ട് ഗരുഡന്റെ പുറത്ത് കയറി നരകാസുരന്റെ രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. നരകന്റെ രാജ്യം എവിടെയാണ്? പ്രാഗ് ജ്യോതിഷപുരം. ഇതാണ് നരകന്റെ രാജ്യത്തിന്റെ നാമം. അങ്ങനെ പ്രാഗ് ജ്യോതിഷപുരത്തിലെത്തിയിട്ടോ ഗിരിദുർഗം, അസ്ത്രദുർഗം, ജലദുർഗം, അഗ്നിദുർഗം, വായുദുർഗം തുടങ്ങിയ ദുർഗങ്ങളെ മുഴുവനും ഭേദിച്ച് കോട്ടയുടെ അടുത്തെത്തി. കാരണം 5 ദുർഗങ്ങളെ ഭേദിച്ചവർക്ക് മാത്രമേ നരകന്റെ രാജധാനിയിൽ എത്തിച്ചേരാൻ കഴിയൂ. അങ്ങനെ ആ ദുർഗങ്ങളെല്ലാം ഭേദിച്ച് ഭഗവാൻ കോട്ടയുടെ അടുക്കിലെത്തി. അപ്പോഴോ അവിടെ മുരൻ എന്ന് പറയുന്ന അതിശക്തനായിരിക്കുന്ന കാവൽക്കാരനായ ഒരു അസുരൻ നിൽക്കുന്നുണ്ടായി. ഇനി ആ അസുരനെ നിഗ്രഹിക്കാതെ നരകന്റെ അടുക്കിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മുരൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക നരകാസുരൻ. തന്റെ ദുർഗങ്ങളെ തന്റെ അനുവാദമില്ലാതെ താണ്ടുകയും തന്റെ പ്രധാന കാവൽക്കാരനായ മുരനെ നിഗ്രഹിക്കുകയും ചെയ്ത് കണ്ട ദേഷ്യം വന്ന ആ നരകാസുരൻ അലറി വരുന്ന അന്തകനെ പോലെ ഭഗവാന്റെ അറ്റത്തിലെത്തിച്ചു. പിന്നെന്താണ്ടായി? രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. അപ്പോഴോ അല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ഭഗവാൻ സൈന്യങ്ങളെയെല്ലാം നശിപ്പിച്ച് നരകനോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഭഗവാൻ ചക്രായുധത്തെ കൊണ്ട് നരകാസുരന്റെ ശിരസ്സറുത്ത് ഭൂമിയിൽ വീഴ്ത്തുകയും ചെയ്തു. നരകന്റെ മാതാവായ ധരാദേവി, ഭൂമിദേവി, ഛത്രകുണ്ടലാദികള് ഭഗവാന്റെ പാദത്തിൽ വെച്ച് നമസ്കരിച്ച് സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭൂമിദേവിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ ഭഗവാൻ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നരകാസുരന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടെന്നതുപോലെ ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ല, എങ്കിലും മനുഷ്യനാട്ടത്താണ് അപ്പോ ഭഗവാന്റെ സ്ഥിതി. അപ്പൊ പോയപ്പോഴോ നരകന്റെ നിബന്ധനയിൽ കഴിഞ്ഞിരുന്ന 16,100 രാജകന്യകമാര് ആർത്തബന്ധുവായ ഭഗവാനെ കാണുവാൻ സാധിച്ചു. അവരൊക്കെ നരകാസുരന്റെ തടവറയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അവരുടെ തടവറയെല്ലാം തുറന്ന് ഭഗവാൻ അവരെ സ്വതന്ത്രകളാക്കും. അപ്പോഴോ സ്വതന്ത്രരാക്കപ്പെട്ട ആ രാജകന്യകമാരെല്ലാം ആർത്തബന്ധുവായ ഭഗവാനെ കണ്ടപ്പോഴോ ഭഗവത് പാദങ്ങളെ ശരണം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ കരുണാനിധിയായ ഭഗവാൻ അവരെ എല്ലാവരെയും സ്വീകരിച്ച് വാഹനങ്ങളിൽ ദ്വാരകയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പൊ ഈ സന്ദർഭത്തെ പല പണ്ഡിതന്മാരും ഒരു പ്രത്യേക രീതിയിൽ കാണുന്നുണ്ട്. അതായത് പരാധീനത്തിൽപ്പെട്ട നിരപരാധിയായ സീതയെ പരാപവാദത്താൽ രാമാവതാരത്തിൽ ഭഗവാനെ ഉപേക്ഷിക്കരുത്. അതിന്റെ ഒരു പ്രായശ്ചിത്തമാണത്രേ ഈ അവതാരത്തിൽ
പരാധീനത്തിൽപ്പെട്ട് പരാപവാദത്തിന് കാരണമാകാവുന്ന 16,000 അധികം പേരെ ഭഗവാൻ ഇവിടെ സ്വീകരിച്ചതെന്നാണ് ഒരു വിദഗ്ധമായ ആ പണ്ഡിതന്മാരുടെ പലരുടെയും അഭിപ്രായം. എന്തായാലും പിന്നീട് ഭഗവാൻ ഭാമാസമേതനായിട്ട് സ്വർഗത്തില് ചെന്നിട്ട് ഛത്രകുണ്ടലാദികളെ ഇന്ദ്രനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദ്വാരകയിലേക്ക് മടങ്ങുമ്പോൾ സത്യഭാമയ്ക്ക് വേണ്ടി പാരിജാത വൃക്ഷവും കൂടി കൊണ്ടുപോരുന്നുണ്ട്. സ്വർഗത്തിലെ വൃക്ഷമാണത്. ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അവർ സമ്മതിക്കുകയോ? ഇല്ല, അവരെതിർക്കുക തന്നെ ചെയ്തു. ഈ പാരിജാതം കാരണം ഇന്ദ്രാദി ദേവന്മാരും ഭഗവാനും തമ്മിൽ അവിടെ വെച്ച് ഭയങ്കര യുദ്ധം. 33 കോടി ദേവന്മാരെയും ഇന്ദ്രനെയും ഭഗവാൻ തോൽപ്പിച്ച് പാരിജാതം കൊണ്ടുപോരുകയും അങ്ങനെ സത്യഭാമയുടെ ഉദ്യാനത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 33 കോടി ദേവതകളെ അല്ലെങ്കിൽ 33 കോടി ജനങ്ങളെ എന്നൊക്കെയുള്ളൊരു ആ വരമൊഴി അല്ലെങ്കിൽ ആ പഴമൊഴി അല്ലെങ്കിൽ ആ പുരാണ ചൊല്ല് പ്രസിദ്ധമായിത്തീർന്നു. അവിടെ 33 കോടി ദേവന്മാരെ ഭഗവാൻ ഒറ്റയ്ക്ക് തന്നെ യുദ്ധത്തിൽ ജയിക്കുകയാണ്. പിന്നീട് ഭഗവാൻ 16,100 രാജകന്യകമാരെയും അത്രയും സ്വരൂപമെടുത്ത് ഒരേ മുഹൂർത്തത്തിൽ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെയെല്ലാമുള്ള ഭഗവാന്റെ അത്ഭുത ലീലകള് മനുഷ്യ മനസ്സിനെ ചിന്താതീതങ്ങളാണ്. മനുഷ്യ മനസ്സിന്റെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ് ഭഗവാന്റെ ലീലകൾ. ഇപ്പോ ഭഗവാന്റെ 16,108 പത്നിമാരെ വിവാഹം ചെയ്ത ആ കഥയും നമ്മളിവിടെ ശ്രവിച്ചു. ഇനി തുടർന്ന് വരുന്ന അധ്യായങ്ങളിലെ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കുവാൻ ആരംഭിക്കാം.